ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഗൈഡൻസിൻ്റെ ഇന്നത്തെ എടുക്കാം. ജനറൽ റീഡിംഗ്. ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി കഴിയാറായി അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം വരാൻ പോകുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ ചില സൂചനകൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂണിവേഴ്സ് തരുന്നതായിട്ട് എന്തെങ്കിലും തരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയായാലും അത് നടക്കുമോ എന്നുള്ള ഒരു സൂചന യൂണിവേഴ്സ് എങ്ങനെയാണ് തരുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ജനറൽ ഗൈഡൻസ് തന്നെ, വെറുതെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു. ലെറ്റ്സ് സീ യൂണിവേഴ്സ് എന്താ കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഏസ് ഓഫ് വാൻഡ്സ്, ഒരു ബിഗിനിങ്, എംപറർ. ഓക്കെ, ആക്ച്വലി ഇവിടെ ആദ്യം കാണിക്കുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, ഒരു പുതിയ തുടക്കം എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പുതിയ കരിയർ, പുതിയ ജോലി, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സിലൊക്കെ നിങ്ങൾക്കൊരു ഗ്രോത്ത് എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത്, സക്സസ്, പ്രൊമോഷൻ അല്ലെങ്കിൽ വിക്ടറി, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊരു സക്സസ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, ഓക്കെ, എന്ത് ചെറിയ ജോലിയായാലും എന്ത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും അതിൽ നിങ്ങൾക്കൊരു സക്സസ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങളെ മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സ്ഥാനമാനങ്ങൾ കിട്ടുന്ന പോലെ, നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ, നിങ്ങളുടെ വാക്ക് മറ്റുള്ളവർ കേൾക്കുന്ന പോലെ, ജെൻസ് അല്ല ലേഡീസ് ആയാലും ഓക്കെ, നിങ്ങളെ മാനിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് എല്ലാവർക്കും നിങ്ങളോടൊരു ബഹുമാനം തോന്നുക. നിങ്ങൾ ചെയ്ത് അച്ചീവ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മറ്റുള്ളവർ തിരിച്ചറിയുന്ന രീതിക്കാണ്. ഇവിടെയും സെലിബ്രേഷൻ എന്ന രീതിക്കാണ്. എല്ലാവരും നിങ്ങളിത് അവിടെ എന്തോ ജയിച്ചു വരുന്നു, എല്ലാവരും കൂടി ആഘോഷിക്കുന്ന തരത്തിൽ. സോ ഒരു മേ ബി ഒരു ആഘോഷം വരെ നടക്കാനുള്ള ഒരു സാധ്യത എനിക്ക് കാണുന്നുണ്ട്. എൻ്റെ ഇവിടെ ഒരു വിന്നിങ് എന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. വിന്നിങ് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു, പുതിയതായിട്ട് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ എന്തെങ്കിലും തുടങ്ങിയ കാര്യം അതിൽ സക്സസ്സിലെത്തുന്നു എന്ന രീതിക്കുമായിരിക്കും. ആക്ച്വലി ആ ഒരു ഗ്രോത്തിൻ്റെ ഒരു പീരീഡാണ് നിങ്ങൾക്ക് വരുന്നത് എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് വരാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു സൈൻ ആദ്യം നമുക്ക് തന്നു. ഓക്കെ, നമുക്ക് ഇത് വരുന്നുണ്ട് എന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? ഇതൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, ആ ജോലി കിട്ടും, എന്താ പറയുക, അതിൽ സക്സസ് വരും, പ്രൊമോഷൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ദാറ്റ് ഇത് വരും എന്നുള്ളത്? എങ്ങനെയാണ് നമുക്ക് യൂണിവേഴ്സ് എന്താണ് അതിനുള്ള സൂചനകൾ? 9 of Swords, വേൾഡ് കാർഡ്, 5 of Swords, ഓക്കെ, King of Cups, ഒരു കാർഡ് കൂടി, ഫുൾ. എപ്പോഴും നെഗറ്റീവ് കാർഡ്സ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഒരു പോസിറ്റീവ് ഉണ്ടാവും എന്തായാലും, അതങ്ങനെയാണ്. ക്വീൻ ഓഫ് കപ്സ് ആൻഡ് സ്ട്രെങ്ത്. ഓക്കെ, ഇവിടെ ആദ്യം കാണുന്നത് 9 of Swords ആണ്. 9 of Swords പറയുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ്, ടെൻഷൻ, നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ എന്ന രീതിക്കാണ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നിങ്ങളിത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കുറച്ചൊക്കെ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ്. ഓക്കെ, കുറച്ചൊക്കെ നമ്മളായിട്ട് തന്നെ നെഗറ്റീവ് തിങ്കിങ് വരുത്തി വെക്കുന്നതാണ്. അതായത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന രീതിയിൽ, അതായത് പേടികൾ, നമ്മുടെ ഉള്ളിലെ പേടികൾ കാരണം നമ്മൾ കുറേ ചിന്തിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവിലേക്ക് പോകുന്നതാണ്. ആൻഡ് അതായത് ഇപ്പം നിങ്ങൾ ചില സ്ട്രെസ്സ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതൊക്കെ സൂചനകളാണ് എന്ന് പറയാനുള്ള റീസൺ ഞാൻ ലാസ്റ്റ് പറയാം. നിങ്ങളിപ്പോൾ കുറച്ച് സ്ട്രെസ് ആവുണ്ടാവും, നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് ആലോചിച്ച് കൂട്ടുന്നുണ്ടാവും, അങ്ങനെ ആയാലോ ഇങ്ങനെ ആയാലോ, അങ്ങനെ പറ്റിയാലോ ഇങ്ങനെ പറ്റിയാലോ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഓക്കെ, ഉറക്കം പോലും ചിലപ്പോൾ പോയിട്ടുണ്ടാവാം, നിങ്ങൾ രാത്രി മുഴുവൻ ഉറക്കമില്ലാതിരുന്ന് ചിന്തിക്കുന്നുണ്ടാവും. ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ അതുപോലെ നിങ്ങൾ ഊതി പെരുപ്പിച്ച് നിങ്ങളുടെ മനസ്സിലിട്ട് ഇങ്ങനെ എന്താ പറയുക, ആളിക്കത്തി അതിങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. ഓക്കെ, അതിൻ്റെ ഇവിടെ വേൾഡ് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അത് എൻഡിങ് എന്ന് പറയുമ്പോൾ അഗൈൻ ചിലപ്പോൾ ജോലി പോയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു നിങ്ങളൊരു പ്രൊജക്റ്റ് ഏറ്റെടുത്തു, അത് ചെയ്യാൻ പറ്റിയില്ല, അത് നിന്നുപോയി, അത് തടസ്സപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചു, അത് നടന്നില്ല. ഓക്കെ, സോ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോകുന്ന പോലെ, ഈവൻ റിലേഷൻഷിപ്സ് ആണെങ്കിൽ മേ ബി
ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബന്ധം എൻഡ് ആവുന്നു, ഇപ്പോൾ ടോട്ടലി ബ്രേക്കപ്പ്, ഡിസ്റ്റൻസ് എന്ന രീതിക്ക്, സെപ്പറേഷൻ എന്ന രീതിക്ക് ചിലപ്പോൾ വന്നു. ഈവൻ മാരേജ് ആണെങ്കിലും ശരി, ഓക്കെ, അല്ലെങ്കിൽ ഫാമിലിയിലായാലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ കലഹങ്ങൾ, ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില സിറ്റുവേഷൻസ് എൻഡായി പോകുന്ന പോലെ ഒരു സാഹചര്യം. ഓക്കെ, 5 swords ഉണ്ട്, കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. നിങ്ങളെ മറ്റുള്ളവർ പിന്നിൽ നിന്ന് എന്താ പറയുക, ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓഫീസിൽ ചിലപ്പോൾ പൊളിറ്റിക്സ്, ഓഫീസ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ പോലെ, അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ക്രെഡിറ്റ് പോലും മറ്റുള്ളവരെടുത്തുകൊണ്ട് പോവാം. ആൻഡ് ഓക്കെ, നിങ്ങളെപ്പറ്റി നിങ്ങളോട് ഈഗോ ക്ലാഷസ് വരാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ, കൂടുതൽ കോൺഫ്ലിക്റ്റ് എന്ന രീതിയിൽ കാണുന്നുണ്ട്. എന്താ പറയുക, ആരും ജയിക്കാത്തൊരവസ്ഥ, പരസ്പരം തർക്കിച്ച് നിന്ന് നിങ്ങൾ ചിലപ്പോൾ വിട്ടുകൊടുക്കുന്നുണ്ടാവും. ബട്ട് എന്നാലും മറ്റുള്ളവർ നിങ്ങളെ മെക്കിട്ട് കയറുക എന്ന് ഒരു വാക്ക് എനിക്കിപ്പോൾ അങ്ങനെയാണ് വന്ന്. സോ നിങ്ങളുടെ മേലെ കയറി വരിക, നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾ പോലും ചിലപ്പോൾ നിങ്ങളുടെ മേലെ ആരോപിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ചിലപ്പോൾ ക്ലോസ് ആയിട്ട് അറിയുന്ന വ്യക്തികളായിരിക്കും, അവർ നിങ്ങളുടെ വീക്ക്നെസ് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, കൂടെ വീട്ടിലുള്ളവരായിരിക്കും, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അവർ നിങ്ങളെ നിങ്ങളുടെ വീക്ക് പോയിന്റ് അറിഞ്ഞ് നമ്മളെ ഹേർട്ട് ചെയ്യുക എന്ന് പറയില്ലേ, അത്തരത്തിൽ അങ്ങനെയൊക്കെ ഒരു ബിഹേവിയർ കാണിക്കുക. കോൺഫ്ലിക്ട്സ് വരാം, മറ്റുള്ളവരുമായിട്ട് ഈഗോ ക്ലാഷസ് വരാം. ജയിക്കാൻ ശ്രമിക്കാം, മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി ഫുൾ കാർഡ് ഉണ്ട്. ക്വീൻ ഓഫ് കപ്സും ഇവിടെ വന്നു. നോക്കട്ടെ, ലെറ്റ് മീ ഹെർമിറ്റ്. ഓക്കെ, സി ഇവിടെ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളോട് അഗെയിൻ റിലേഷൻഷിപ്സ് ആവണം നിർബന്ധമില്ല, റൊമാൻറ്റിക് റിലേഷൻ ആവണം നിർബന്ധമില്ല. മേ ബി നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പോലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതെ ആവുക, നിങ്ങളുടെ അടുത്ത് ഇമോഷണലി ഡിറ്റാച്ച് ആയി പോവുക. ഓക്കെ, നിങ്ങൾ തനിച്ചായി പോയ പോലെ നിങ്ങൾക്ക് തോന്നാം. ആൻഡ് ഇവിടെ പറയാം ഞാൻ. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, യെസ്. സി ഇവിടെ ഹെർമിറ്റ് പറയുമ്പോൾ നിങ്ങൾ തനിച്ചായ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് കൂടെ നിന്ന വ്യക്തികൾ പോലും ചിലപ്പോൾ നിങ്ങളെ കൂടെ ഇല്ലാതെയായി എന്ന രീതിക്ക് വരാം. ഓക്കെ, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അവരുടെ ഭാഗത്തു നിന്നൊരു സൈലൻസ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾ കൂടെ ഉണ്ടോ ആരെങ്കിലും, അതോ ഇല്ലേ, അതോ നിങ്ങൾ തനിച്ചായ പോലെ നിങ്ങൾക്കൊരു ഫീലിംഗ് വരും. ഓക്കെ, നിങ്ങൾ അവനവനിലേക്ക് നോക്കാൻ തുടങ്ങുകയാണ്. എനിവേ, അത് നല്ല കാര്യമാണ്, ബട്ട് പറയാം. ഓക്കെ, സോ ഇവിടെ നെഗറ്റീവ് ആദ്യം പറയാം. സോ യെസ്, നിങ്ങൾ തനിച്ചായി പോയ പോലെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത പോലെ, കുറച്ച് പേർക്ക് ഈവൻ ഇമോഷണലി നിങ്ങളെല്ലാം മനസ്സിലെല്ലാം ഒതുക്കി വെക്കാൻ തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, ആരോടും പുറത്ത് നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും നിങ്ങൾ തുറന്നു പറയാതെ എല്ലാം നിങ്ങളുടെ ഉള്ളിൽ വെക്കുന്ന ഒരു തരത്തിലായി മാറുന്നുണ്ടാവും. ഫുൾ കാർഡിൻ്റെ കൂടെ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട് ഇവിടെ. ശരിക്കും നമ്മൾ ഫുൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഫ്രീ മൈൻഡോടെ നടക്കുന്ന രീതിക്കാണ്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്, ഹൈ പ്രീസ്റ്റസ് ആണ് പറയുന്നത്. സോ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുന്നത് തടസ്സപ്പെട്ടു പോവുക, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ തടസ്സങ്ങൾ വരിക. ഓക്കെ, ഒരു നെഗറ്റീവ് എനർജി അറ്റാക്ക് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. അങ്ങനത്തെ പല കാര്യങ്ങളും, സീക്രട്സ്, ഓക്കെ, മേ ബി സീക്രട്ടായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കാതിരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും നിങ്ങൾ തന്നെ ഒരു ഫൂളാണ് എന്ന രീതിക്ക്. ഓക്കെ, അതായത് നിങ്ങൾ വിശ്വസിച്ച ആൾക്കാർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുക, പല കാര്യങ്ങൾ സീക്രട്സ് വെക്കുക, അങ്ങനെ പല കാര്യങ്ങളും എല്ലാം നെഗറ്റീവായിട്ട് പലതും ഇപ്പം നടക്കുന്നുണ്ടാവാം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നടക്കുന്നത് എന്തിനാണ് നോക്കൂ. സി ഇവിടെ 2 of Cups ആൻഡ് സൺ കാർഡാണ്. ഇത് രണ്ടും തന്നെ വളരെ പോസിറ്റീവാണ്. എനിവേ, സോ ഇവിടെ എനിക്ക് കാണുന്നത് ഈ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നത്, എനിവേ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് വരാൻ പോകുന്നത് പുതിയ തുടക്കങ്ങളാണ്. ഓക്കെ, ഒരു സ്ഥാനക്കയറ്റങ്ങളാണ്, അല്ലെങ്കിൽ ജയിക്കലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങളെ മറ്റുള്ളവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന്, അവരുടെയൊക്കെ മുമ്പിൽ നിങ്ങളെ ജയിച്ച് കാണിക്കും. ഓക്കെ, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും, അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ സൈനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്, അതായത് എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ ഈ പറഞ്ഞതിൽ എല്ലാമല്ല കുറച്ചെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മേലെ ഒരു നിങ്ങൾക്ക് സക്സസ് വരാൻ പോകുന്നു എന്ന്. ഓക്കെ, നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാർ, അവരുടെ മുമ്പിൽ നിങ്ങൾ ജയിക്കും. ഓക്കെ, നിങ്ങളെ മാനിക്കാത്ത വ്യക്തികൾ, അവരുടെ മുമ്പിൽ നിങ്ങൾ ചിലപ്പോൾ അവരുടെയും ലീഡറായിട്ട് ചിലപ്പോൾ മുമ്പിലേക്ക് നിങ്ങൾ കയറിയെന്ന് വരും. ഓക്കെ, ആൻഡ് അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു എന്ന് വരും. എന്നിട്ട് നിങ്ങളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ നിങ്ങളുടെ മുമ്പിൽ വരും.
അവസാനിച്ച കാര്യങ്ങൾ വീണ്ടും തുടങ്ങും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ലൈഫിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് ചിലപ്പോൾ എന്തെങ്കിലും വേറെ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ വേറെ ഉണ്ട്. ഓക്കെ, അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. അത് ആരും ആവാം. അഗൈൻ റിലേഷൻഷിപ്പ് ആവണം നിർബന്ധമില്ല, ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, ചിലപ്പോൾ ആരും അറിയാത്ത വ്യക്തികൾ, ചിലപ്പോൾ പുതിയ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരും. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, കാരണം അതിന് യൂണിവേഴ്സ് അയക്കുന്നതാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തക്ക സമയത്ത് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. എൻ്റെ ഇവിടെ സൺ ഉണ്ട്, പോസിറ്റീവ്നെസ്, ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഇതെല്ലാം ഇത് ഇത്രയും ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളെ എന്തിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് യൂണിവേഴ്സ് എന്ന്. ഓക്കെ, അതായത് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നു എന്ന് നിങ്ങൾ തോന്നണ്ട. നിങ്ങളുടെ ലൈഫിൽ നിന്ന് പലതും ക്ലിയർ ചെയ്ത് കളയുന്നതാണ് ഈ വേൾഡ് കാർഡ് എൻഡിങ് എന്നൊക്കെ പറയുമ്പോൾ. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകേണ്ട കാര്യങ്ങളെ എടുത്ത് മാറ്റുന്നതാണ്. എന്നാലേ നിങ്ങൾക്ക് ഈ പുതിയ തുടക്കങ്ങൾ വരാൻ സാധിക്കുള്ളൂ, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. ചില സമയത്ത് എന്താ ഉണ്ടാവുക അറിയോ, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ, ഓക്കെ, അവർ ചിലപ്പോൾ നമുക്ക് നല്ലതായിരിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ അവർ നിങ്ങളെ വലിച്ചു താഴെയിടാൻ ശ്രമിക്കുന്നുണ്ടാവും, നിങ്ങളെ ജയിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അത് നിങ്ങൾ തിരിച്ചറിയില്ല. കാരണം നിങ്ങൾ വളരെയധികം എനിക്കിവിടെ ഇമോഷണലായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഇമോഷണൽ വ്യക്തികളാണ്. ഓക്കെ, ബട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും കണ്ണടച്ചില്ല, അവരെയും ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ യൂണിവേഴ്സ് മാറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, അവർ പോകുമ്പോഴായിരിക്കും അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആവുക. അപ്പോഴാണ് അവിടെ ഒരു ആക്ച്വലി ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട്, ഓക്കെ, നിങ്ങൾ തന്നെ ആരോടും കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ ആവും. ഓക്കെ, നിങ്ങൾ സീക്രട്സ് ആക്കി വെക്കാൻ തുടങ്ങും. അത് നല്ലതാണ്, അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ ആരോടും പറയാതിരിക്കുക. നിങ്ങളിവിടെ എവിടേക്കോ നിങ്ങൾ തനിച്ചാവുന്ന പോലെ, നിങ്ങൾ ഒറ്റപ്പെട്ട പോലെ, നിങ്ങളുടെ കുറേ കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വലിയുന്ന പോലെയാണ്. ആൻഡ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കി തുടങ്ങുകയാണ്. നിങ്ങൾ ആ ചുറ്റുമുള്ള, നമ്മൾ പറയില്ലേ, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ മൈൻഡ് മാറ്റിയിട്ട് നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ശരിക്കും നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും എന്ന് നിങ്ങൾ അപ്പോഴേ തിരിച്ചറിയുള്ളൂ. ഓക്കെ, ആൻഡ് അതിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നിങ്ങളുടെ കൂടെ വരും. ആക്ച്വലി 2 കാർഡിലും 2 ആൾക്കാരുണ്ട് അല്ലേ. യെസ്, ഓക്കെ, മേ ബി സപ്പോർട്ട്, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് അത് യൂണിവേഴ്സ് ആയിരിക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും അറിയാത്ത ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ എവിടെയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും, അങ്ങനെ എടുത്തോളൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നല്ല ബന്ധങ്ങൾ വരും, നല്ല കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ യെസ്, അതിന് മുമ്പ് ലേശം പ്രശ്നങ്ങൾ ഉണ്ടാവും. ആൻഡ് ആ പ്രശ്നങ്ങൾ അതെപ്പോഴും സൂചനകളാണ് ദറ്റ് ഇതിനേക്കാൾ നല്ലത്, ഇത് എന്തൊക്കെയോ മാറിപ്പോകുന്നുണ്ട്, എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്, പലതും നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മേലെ നല്ലത് എന്തെങ്കിലും വരും എന്നൊരു ആക്ച്വലി 4 of Wands. വാവ്, ബ്യൂട്ടിഫുൾ. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പലതും ക്ലിയർ ഔട്ട് ചെയ്യുകയാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്തതിന് ക്ലിയർ ഔട്ട് ചെയ്യുന്ന പോലെയാണ്, നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്ന പോലെയാണ്, നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആവും എന്ന രീതിക്കാണ്. എൻ്റെ ഇവിടെ 4 of Wands, Ace of Pentacles ഒക്കെ കാണുന്നത്. നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളൊക്കെ, Ace of Wands, Ace of Pentacles, ഇത് നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത്, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്ത്, നിങ്ങളുടെ ഹെൽത്തിൽ ബെറ്റർ ആവുക, ഈവൻ നിങ്ങൾ ഈ ഓവർ സ്ട്രെസ് അടിച്ചതെല്ലാം നിങ്ങൾക്ക് മാറി വരും. ഓക്കെ, ആൻഡ് ഇവിടെ 4 of Wands നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത്, അഗൈൻ സക്സസ് എന്ന രീതിക്കാണ്. മാരേജ്, കുറച്ച് പേർക്ക് നിങ്ങൾ പാർട്ട്ണർഷിപ്പ്, നല്ലൊരു പാർട്ട്ണർഷിപ്പ്, നല്ലൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട്, ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ബട്ട് അതിന് വേണ്ടി ചില കാര്യങ്ങളൊന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് പോകണം അല്ലേ. ഒന്ന് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയാലേ ആ സ്പേസിൽ കുറച്ച് വീട്ടിൽ ചില എന്താ പറയുക, നമ്മൾ സാധനങ്ങളൊക്കെ പഴയതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാലേ നമുക്ക് പുതിയത് വാങ്ങാൻ ഉള്ള ഒരു സ്ഥലം ഉണ്ടാവുള്ളൂ, വെക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോ യെസ്, സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ചില കാര്യങ്ങൾ അവസാനിച്ച് പോകുന്നുണ്ട്, നമ്മളെ വിഷമിപ്പിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ ദൈവത്തിൽ കൂടുതൽ ആ സമയത്ത് വിശ്വാസം വെക്കുകയാണ് വേണ്ടത്, യൂണിവേഴ്സിൽ അത്രയും വിശ്വാസം വെക്കുകയാണ് വേണ്ടത്. ദറ്റ് ഓക്കെ, ഇതിനൊക്കെ മേലെ എന്തോ എനിക്ക് നല്ലത് വരാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങാം. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അല്ല കേട്ടോ. ഓക്കെ, ചില ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എന്തായാലും വളരെ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരട്ടെ. സോറി, എൻ്റെ ക്യാമറ വെക്കാനൊന്നും ഇപ്പോൾ നല്ലൊരു ഇതില്ല, പൊസിഷനില്ല, അതാണ് പ്രശ്നം. സാരമില്ല. ഇൻറ്റ്യൂഷൻ, വിസ്ഡം, ഇൻറ്റ്യൂഷൻ, ഇതും എടുത്തേക്കാം. ഓക്കെ, യൂണിവേഴ്സ്, സാക്രിഫൈസ്, ഫെർട്ടിലിറ്റി, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് 4 of Wands. ഇതേ കാർഡാണ്, സെയിം കാർഡാണ്. ഓക്കെ, വീട്, കുടുംബം, ഫാമിലി, മാരേജ്, കുട്ടികൾ, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, ലൈഫിലെ സ്റ്റെബിലിറ്റി, കരിയറിലെ സ്റ്റെബിലിറ്റി, ബിസിനസ് ഗ്രോത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് ഇത് കാണിക്കുന്നത്. ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ, രണ്ടും ഒരേ കാർഡാണ്, മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, സോ ഇവിടെ
നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. ആൻഡ് ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ദാറ്റ് ഓക്കെ. ആൻഡ് ആക്ച്വലി ഈ ഒരു കാർഡ് ഉണ്ടല്ലോ, ഇതുമൊക്കെ അല്ല, ഇതുമൊക്കെ നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ കാർഡായിട്ട് നമുക്ക് പറയാം. ഓക്കെ, എവിടെയോ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ആ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും ദറ്റ് ഓക്കെ ഈ നടക്കുന്ന സംഭവങ്ങൾ എത്ര മോശമാണെങ്കിലും ശരി, എവിടെയോ നിങ്ങളെ ഒരു നല്ലതിലേക്ക് എത്തിക്കാനാണ് എന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് വഴിക്ക് പോകണം, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇവിടെ വിസ്ഡമും ഉണ്ട്. രണ്ടും ഒരേതാണ്. ഇപ്പോൾ പഠിക്കാൻ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ കോളേജിൽ പോയി വീട്ടിൽ പോയി അങ്ങനെ പോയി പഠിക്കൽ മാത്രമല്ല, ബുക്ക് നോക്കി പഠിക്കൽ മാത്രമല്ല, നമ്മളെല്ലാം മനസ്സിലാക്കുക. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നല്ലോണം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഓക്കെ, എല്ലാം മനസ്സിലാക്കുക, നല്ലോണം ഒബ്സർവ് ചെയ്യുക, മനസ്സിലാക്കുക. ആൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ വിസ്ഡം വരുന്നത് നമ്മൾ വെറും ബുക്കിൽ നിന്ന് മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ കാണുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നതിൽ നിന്നൊക്കെയാണ്. ആൻഡ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. സോ യെസ്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഒരു പേടിയും വേണ്ട. ഓക്കെ, യൂണിവേഴ്സ് ഇസ് വർക്കിംഗ് വിത്ത് യു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിലും യൂണിവേഴ്സിൻ്റെ ഒരു കൈയുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളെ ഓരോന്നിൽ നിന്നും മറികടത്തി കൊണ്ടുവരും തീർച്ചയായിട്ടും. ആൻഡ് ഇവിടെ സാക്രിഫൈസ് കാണുന്നുണ്ട്. യെസ്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് വിട്ട് കളയേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടാവും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ വിട്ട് കളയേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ചിലത്. പക്ഷേ അതൊക്കെ വേറെന്തോ റെയിൻബോ ഇവിടെ ഉണ്ട്. സോ അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വേറെന്തോ കിട്ടാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിവിടെ ഫെർട്ടിലിറ്റി കാണുന്നുണ്ട്. ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അഗെയിൻ ഇത് കുറച്ച് പേർക്ക് ഇത് പ്രഗ്നൻസിയുടെ കാര്യമാണ്. ഇവിടെയും ഫസ്റ്റ് കാർഡും നമ്മുടെ ഏസ് ഓഫ് വാൻസും ആക്ച്വലി പ്രഗ്നൻസിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സോ മേ ബി കുറച്ച് പേർക്ക് ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ ചാൻസസ് കാണുന്നുണ്ട്. അല്ലാത്തവർക്ക് അഗെയിൻ ഇതൊരു ക്രിയേറ്റിവിറ്റി, നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്, എന്തെങ്കിലും നിങ്ങൾ സൃഷ്ടിക്കുന്ന പോലെയാണ്, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്ന പോലെ, സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, ഒരു പുതിയ തുടക്കം, ലൈഫ്. നിങ്ങൾ ഈവൻ ബിസിനസ് ആയാലും കരിയർ ആയാലും ജോലി ആയാലും ഫാമിലി ആയാലും മാരേജ്, എന്ത് കാര്യത്തിലായാലും ഒരു ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളതിനെ എന്താ പറയുക, ഒരു പ്രഗ്നൻസി സ്റ്റേജ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ല ഒരു ജനനം എന്നൊരു ഒരു പുതിയൊരു ക്രിയേഷൻ തുടങ്ങുന്നു എന്ന രീതിക്ക് മനസ്സിലാക്കുക. സോ ഇവിടെ ഒരു ന്യൂ ക്രിയേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കാണുന്നത്. ആൻഡ് ഇവിടെ 2 കാർഡ് നമുക്ക് ലാസ്റ്റ് വന്നത് രണ്ടും വീട്, ഫാമിലി എന്ന രീതിയിലാണ്. ബിസിനസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ലൈഫിൽ സ്റ്റെബിലിറ്റി വരുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വരും. ആൻഡ് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. കുറച്ച് പേർക്ക് വീട് വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യെസ് അത് നടക്കും. ഓക്കെ, ഫാമിലി മാരേജ് അങ്ങനത്തെ ആഗ്രഹമുണ്ടെങ്കിൽ യെസ് അതിൽ. ഓക്കെ, അല്ലെങ്കിലും സക്സസിൻ്റെ കാര്യമൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞു. സോ സക്സസ്, ബിസിനസ് സക്സസ്, ഓക്കെ, എല്ലാം ഇവിടെ നമുക്ക് അച്ചീവ്മെൻറ്റ് കാണുന്നുണ്ട്. ആൻഡ് യെസ് ഇതെല്ലാം വരും നിങ്ങൾക്ക്. പക്ഷെ അതിന് മുമ്പ് ചില കാര്യങ്ങൾ നഷ്ടപ്പെടേണ്ടി വരും, ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുകളയേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ യൂണിവേഴ്സ് നമ്മളുടെ റൈറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനാണ് എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.